റൂമിനെ വാങ്ങാനുണ്ടായ സാഹചര്യം. അതാണ് കേട്ടോ ഞാനിത് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും സബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹായ്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ പെറ്റ്സ് എന്ന് പറയുമ്പം പെട്ടെന്ന് വരിക ഡോഗ്സ്, ക്യാറ്റ്സ് ഇതൊക്കെയല്ലേ. എനിക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു ക്യാറ്റ്സിന് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ എന്താ പറയുക, പാരറ്റ്, തത്ത എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവന. എനിക്ക് 3 തത്തയുണ്ടല്ലോ ഗൈസ്, 3 അതിൽ ഒരെണ്ണം സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലിരിപ്പുണ്ട്, പറന്നു പോയതാണ്, ഞാൻ കുളിപ്പിക്കാൻ കൊണ്ടുപോയതാണ്. ഓക്കെ. രണ്ടാമത്തെ തത്ത എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് 1.5 വർഷം ഉണ്ടായിരുന്നു, നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാരണം എൻ്റെ മുന്നിൽ വെച്ച് ചത്തുപോയി. സോ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്നിട്ടും ഞങ്ങൾ അത് വിടാതെ വീണ്ടും ഒന്നിനെ വാങ്ങി, ഒരു അലക്സാണ്ടർ പെറ്റിനെ. പക്ഷേ അതും വാങ്ങി 4 ദിവസം തികഞ്ഞില്ല, അതിന് മുന്നേ ചത്തുപോയി. പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല, പെറ്റ്സ് എന്ന് പറയുന്നതേ നോക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ പിന്നെ എനിക്ക് ക്യാറ്റ്സിനെ വാങ്ങാൻ കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് സമ്മതിക്കുന്നുണ്ടായിട്ടില്ല, കാരണം വീട്ടിൽ എന്തായാലും അലൗഡല്ല. പിന്നെ എനിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ശ്വാസം മുട്ടൽ അങ്ങനത്തെ ഒക്കെ പ്രോബ്ലം ഉണ്ട്. അപ്പം ക്യാറ്റ്സിൻ്റെ രോമവും കാര്യങ്ങളൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുമെന്ന് വെച്ചിട്ട് പിന്നെ ഞാനും അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഒരു 2 year ബാക്ക് ഞാൻ നന്നായിട്ട് പെറ്റ്സിൻ്റെ വീഡിയോസ്, മീൻസ് ഫണ്ണി ക്യാറ്റ്സിൻ്റെ വീഡിയോസൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതൊക്കെ കാണുമായിരുന്നു. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഒരു റീലായിട്ട് എനിക്ക് ഈ ഒരു ഷുഗർ ഗ്ലൈഡറിൻ്റെ വീഡിയോ വന്നത്. ഒരു ഇംഗ്ലീഷ് ചാനലാണ് കേട്ടോ. അത് കണ്ട് തന്നെ ഷുഗർ ഗ്ലൈഡർ പുഴുക്കളെ തിന്നുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ആ ഒരു ഫീൽ തന്നെയായിരുന്നു എനിക്ക് കണ്ടപ്പോൾ. പക്ഷേ വീഡിയോ കണ്ട് ഇവരുടെ വീഡിയോസ് ഇങ്ങനെ വന്ന് ഒരു ക്യൂട്ട്നെസ്, ഇതൊക്കെ എന്തോ ഒരു അഡിക്റ്റായ പോലെ. പിന്നെ എപ്പോഴും സെർച്ച് ചെയ്ത് കാണാൻ തുടങ്ങി. അപ്പോഴും എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ വളർത്താൻ കിട്ടില്ല, ഇതൊക്കെ പുറം രാജ്യത്തേക്ക് കിട്ടു. അതായിരുന്നു എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്. പക്ഷേ ഒരു 6 month ബാക്ക് ഞാൻ പെറ്റ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു, പെറ്റ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ ഈ ഒരു ഐറ്റത്തെ കണ്ടു. സോ സത്യം പറയാൻ ഞാൻ എക്സൈറ്റ്മെൻറ്റും ക്യൂരിയോസിറ്റി എന്താ പറയുന്നല്ല, എനിക്ക് അതിൽ കണ്ട് നല്ല വൈറ്റ് കളറിലുള്ള ഗ്ലൈഡറിനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്നിട്ട് ഒരു ചെറിയ പയ്യനായിരുന്നു കെയർ ടേക്കറായിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്നിട്ട് ആ ചെക്കൻ്റെ അടുത്ത് ചോദിച്ചു, മോനെ ഇതിൻ്റെ പേര്, ഇത് ഗ്ലൈഡർ അല്ലേന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അതെ. ഞാൻ പിന്നെ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയത് കാരണം ഞാൻ അവൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് ചോദിച്ചു, മീൻസ് എല്ലാം ഇവിടെ വളർത്താൻ പറ്റുമോ, ഇതെങ്ങനെ ഇവിടെ ബ്രീഡാവുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇവിടെ ബ്രീഡാവും, ഇവിടെ ബ്രീഡായ കുട്ടി തന്നെയാണിത്. അങ്ങനെയൊക്കെ വേണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ കിട്ടുമല്ലേ. പിന്നെ അവൻ എനിക്കൊന്ന് തരുമോ, അപ്പോൾ പറഞ്ഞു പേയ്മെൻറ്റ് എഴുതാൻ തരാമെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ 200 രൂപ കൊടുത്ത് 1/2 മണിക്കൂർ ഞാൻ അതിനെടുത്ത് കളിപ്പിച്ച് കേസ്. പക്ഷെ എൻ്റെ കയ്യിൽ വന്നിട്ട് ഒരു സൗണ്ട് ഉണ്ടാക്കുക ഒന്നും ചെയ്യുന്നുണ്ടായിട്ടില്ല. നന്നായിട്ട് എനിക്കൊന്ന് നല്ല ടൈംഡ് ആയിട്ടുള്ള ബേബിയായിരുന്നു അത്. ഞാൻ അതിൻ്റെ ഏജ് ചോദിച്ച സമയത്ത് ഒരു 2.5 year ഏജ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായി ഇവിടെ വളർത്താൻ പറ്റും എന്നുള്ളത്. പിന്നെ ഞാൻ വീട്ടിലെത്തി, പിന്നെ എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. ഞാൻ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് യൂട്യൂബിൽ റിസ്വാന റിച്ചു എന്ന് പറഞ്ഞ ഒരാളുടെ യൂട്യൂബ് ചാനലിൽ അവളുടെ ഒരു റീൽ ഉണ്ടായിരുന്നു ഷുഗർ ഗ്ലൈഡറിന് വെച്ചിട്ട്. അപ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്നത് എൻ്റെ കയ്യിലുള്ള റൂമിൻ്റെ അതേ കൂട്ട് ഗ്രേ കളർ ഗ്ലൈഡറായിരുന്നു അവളുടെ കയ്യിലുണ്ടായിരുന്നത്. സോ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും ആളെ കിട്ടും. ഞാൻ പിന്നെ യൂട്യൂബിൽ തന്നെ ഒരുപാട് പെറ്റ് ഷോപ്പിലൊക്കെ കോണ്ടാക്ട് ചെയ്ത് നോക്കി. ഇപ്പോൾ വലിയ റേറ്റ് പറഞ്ഞപ്പം എനിക്ക് തോന്നി ഇതെനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ വെച്ചിരുന്ന സമയത്ത് വേറൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, ചെറിയൊരു പയ്യൻ നടത്തുന്നത്. ഞാൻ ഇവിടെ പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് ഒരു അഫോർഡബിൾ എന്ന് വെച്ചാൽ നമുക്ക് ഓക്കെ കുഴപ്പമില്ല മേടിക്കാമെന്നുള്ള ആ ഒരു എമൗണ്ട് പറഞ്ഞപ്പം ഞാൻ ഫിക്സ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഓഫീസിലുള്ള ടൈമായിരുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ ആരുടെയൊക്കെയോ വാങ്ങിയിട്ട് അവൻ പറഞ്ഞു ഫുൾ പേയ്മെൻറ്റ് ചെയ്താലേ 3 ദിവസത്തിനുള്ള അയക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഇപ്പം എത്രയാണോ ഉള്ളത് അത് പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ ബുക്ക് ചെയ്ത് വെക്കണം. ഫുൾ പേയ്മെൻറ്റ് എപ്പോഴാണോ ചെയ്യുന്നത് അന്നേരം നിങ്ങൾക്ക് സാധനം അയച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ബുക്കിംഗ് ഒന്നും നിൽക്കണ്ട, ഞാൻ ഫുൾ പേയ്മെൻറ്റ് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ഇട്ടുതരാമെന്നിട്ട് ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ ആൾക്ക് ഫുൾ പേയ്മെൻറ്റ് കൊടുത്തു.
പക്ഷെ 3 ദിവസം കഴിഞ്ഞിട്ടും ചോദിക്കുമ്പം അത് ഇന്ന റീസൺ, മറ്റ് റീസൺ, എനിക്ക് ഇന്ന് വർക്ക് ഉണ്ടായിരുന്നു, എനിക്കിന്ന് അയക്കാൻ പറ്റിയില്ല, ഇങ്ങനെ ഓരോരോ റീസൺ കാരണങ്ങൾ പറഞ്ഞ് അത് ഒരാഴ്ചയായി, 2 ആഴ്ചയായി, 1 മാസമായി. 1 മാസമായിട്ടും എനിക്ക് ഗ്ലൈഡറും ഇല്ല, കൊടുത്ത പൈസയും ഇല്ല. പക്ഷെ അവൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ വേണ്ടെങ്കിൽ ഞാൻ റീഫണ്ട് തരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഗ്ലൈഡറിന് വേണമല്ലോ, അതുകൊണ്ട് എനിക്ക് റീഫണ്ട് ചെയ്യാൻ തോന്നില്ല. പിന്നെ ഞാനൊരു നല്ല മനസ്സിൻ്റെ ഒരു ഉടമയായതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ പിന്നെ എനിക്ക് തോന്നിയത് എൻ്റെ കയ്യിൽ നിൽക്കില്ല. ഞാൻ എന്നിട്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു പെറ്റ്സിൻ്റെ ചെയ്യുന്നൊരു ചേട്ടായിണ്ട്. അപ്പോൾ ചേട്ടായിട്ട് അടുത്ത് അമ്മ ചേട്ടാ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അപ്പോൾ ചേട്ടാ എന്നാൽ നോക്കട്ടെ, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാമെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ വേറൊരു ചേട്ടായിട്ട് സഹായത്തോട് കൂടിയിട്ട് ഇവനെ കോണ്ടാക്ട് ചെയ്തു, വിളിച്ചു. ലാസ്റ്റ് എനിക്ക് എൻ്റെ ഫുൾ പേയ്മെൻറ്റ് ഇവൻ ഇട്ടതിന് ശേഷം ഞാൻ ആ ഒരു ആഗ്രഹേ മനസ്സിൽ നിന്ന് മാറ്റി. ഇല്ല, എനിക്ക് എന്തായാലും കിട്ടൂല, ഇവനിങ്ങനെ ചെയ്യണമെങ്കിൽ മീൻസ് വലിയ ഈ എമൗണ്ടിനൊന്നും എന്തായാലും ഇവിടെ കിട്ടൂല എന്ന് വിചാരിച്ച് ഞാൻ ആഗ്രഹമേ വേണ്ടെന്ന് വെച്ചതാണ്. പിന്നെ എന്നെ ആ പൈസ തരാൻ സഹായിച്ച ചേട്ടായിണ്ട്. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നത്, ഇവിടെ നല്ലൊരു വീഡിയോ, ഈ ഷുഗർ റൈഡേഴ്സിൻ്റെ കുഞ്ഞുങ്ങളുടെ വീഡിയോ ഗൈസ്, നല്ല ക്യൂട്ടായിട്ടുള്ള 3 കുഞ്ഞുങ്ങളുടെ വീഡിയോ. എന്നോട് പറഞ്ഞു സാധനം ഉണ്ട്, നാട്ടിൽ തന്നെ ഒരു വീട്ടിൽ ബ്രീഡായതാണ്, ടൈംഡാണ്, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം അഡ്വാൻസ് പേയ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ ഞാൻ സാധനം അയച്ചു തരാൻ തോന്നും. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ പറഞ്ഞു ചേട്ടാ എന്തായാലും എനിക്ക് വേണം, ഞാൻ പേയ്മെൻറ്റ് ഇപ്പോൾ ഇട്ടതെന്ന് വെച്ചാൽ അന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ഞാൻ ഒരു ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു. കറക്റ്റ് മെയ് 3-ന് അവർ ഞങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് വന്നു. എൻ്റെ കണ്ണൂരാണ് കേട്ടോ, കണ്ണൂരാണ് എൻ്റെ സ്ഥലം. അപ്പോൾ അത്രയും ദൂരെ പോകാൻ എനിക്ക് പറ്റില്ല പറഞ്ഞിട്ട് ഒരു പകുതി വരെ അവർ വരാം എന്ന സ്ഥലത്ത് അവർക്ക് വരേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടം വരെ വന്നിട്ട് ഞാൻ അവിടെ നിന്ന് കളക്ട് ചെയ്തു. ഞാൻ കളക്ട് ചെയ്ത് ആദ്യമായിട്ട് എൻ്റെ റൂമിൽ നിന്ന് എടുക്കുന്ന വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഫസ്റ്റ് എൻ്റെ റൂമിൻ്റെ എടുത്ത സമയത്ത് ഞാൻ നോക്കി, എനിക്ക് ഒറ്റ നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് ഫീമെയിൽ വേണം. ഓക്കെ, ഫീമെയിൽ ഗ്ലൈഡറിനെ തന്നെ വേണം എന്നുള്ള ഒറ്റ നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ നോക്കി എടുത്തപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഇവൾ മതി, ഇവൾ ഫിക്സ്. പക്ഷെ എന്നാലും നമ്മൾ നോക്കണമല്ലോ, ആക്റ്റീവ് കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അപ്പോൾ ഞാൻ 3 ഗ്ലൈഡറിൻ്റെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വെച്ചാൽ അവരുടെ ആ ഒരു ക്രിക്ക് ആ ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ആദ്യം എടുത്ത ഗ്ലൈഡറിനെ തന്നെ മതിയായിരുന്നു. ഞാൻ അതന്നെ ഫിക്സ് ചെയ്തു. ഞാൻ അവളെ കൊണ്ടുപോകാനുള്ള ചെറിയൊരു ബാസ്ക്കറ്റൊക്കെ വാങ്ങിയിട്ടാണ് പോയത്. അപ്പോൾ ആ ബാസ്ക്കറ്റിനകത്തോട്ട് ആളാക്കി വീട്ടിലെത്തുന്നവരെ എനിക്ക് സമാധാനം ഉണ്ടായിട്ടില്ല. നല്ല ചൂടല്ലേ, എന്തെങ്കിലും സംഭവിച്ചു പോകുന്നുള്ളത്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. എൻ്റെ കയ്യിലുള്ള ഫുഡ് ഐറ്റംസ് എന്താ വെച്ചാൽ അത് കൊടുത്തു. പക്ഷെ കുടിക്കുന്നുണ്ടായിട്ടില്ല. പിന്നെ അവർ പറഞ്ഞു എന്തായാലും ഒരു ദിവസം ഫുഡോ കാര്യങ്ങളൊന്നും കഴിക്കാൻ നിൽക്കില്ല, അപ്പം നിങ്ങൾ ഫ്രീ ആയിട്ട് വിടുക. അങ്ങനെയാണ്. പക്ഷെ എനിക്കെന്തോ വിടാൻ തോന്നുന്നില്ല. ഞാൻ എന്ത് ചെയ്തു, കൂടെ തന്നെ നിന്നു. ആ ഒരു സന്ധ്യാസമയത്തും നൈറ്റും എല്ലാം ഇങ്ങനെ നോക്കി മീൻസ് അവളെ കയ്യിലെടുത്തും താലോലിച്ചും കഴുത്തിനിങ്ങനെ ചൊറിഞ്ഞു കൊടുത്തും ഒക്കെ ഇങ്ങനെ നിന്നു. നൈറ്റ് ആയതോടുകൂടി ഞാൻ തൊടുമ്പോഴോ അല്ലെങ്കിൽ കൈ ഇങ്ങനെ അടുത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാക്കുന്ന ആ ഒരു സൗണ്ടില്ലേ, പേടിച്ചിട്ടുള്ള ആ സൗണ്ട്, അത് ഉണ്ടാക്കില്ല. പിറ്റേ ദിവസം മുതൽ ആ സൗണ്ടില്ല. ആളെൻ്റെ മേത്തെ കൂടെ കളിക്കും. മുടിയിൽ ഇവിടെയാണ് മെയിനായിട്ട് ആളുടെ സ്പോട്ട്. അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ ഡ്രസ്സിൻ്റെ കൈൻ്റെ ഉള്ളിൽ ഇരിക്കുക, അതല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ ഉള്ളിൽ. പിന്നെ ലാസ്റ്റ് ഓപ്ഷനാണ് മുടിയുടെ ഉള്ളിൽ ഇങ്ങനെ പതുങ്ങിയിരിക്കുക. മുടിയുടെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ എടുക്കാൻ ഭയങ്കര പണിയാണ്, ഇവിടെ ഇരുന്നാലും എടുക്കാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ കയറാൻ അധികം വിടില്ല, ജസ്റ്റ് ഇങ്ങനെ പാഞ്ഞു പോകും, അല്ലാതെ കൈയിനുള്ളിലേക്ക് കയറില്ല. കാരണം ഞാൻ അത്യാവശ്യം കുറച്ച് ടൈറ്റായിട്ടുള്ള ഡ്രസ്സാണ് ഇടുന്നത്. അപ്പോൾ കൈയൊക്കെ അത്യാവശ്യം ടൈറ്റാണ്. അപ്പോൾ അവൾക്കതൊരു ബുദ്ധിമുട്ടാണ്. എനിക്ക് പേടിയാണ്, ഞാൻ കാരണം ഇവൾക്കൊന്നും വരരുതല്ലോ, അപ്പോൾ അങ്ങനെ പേടിയാണ്. പക്ഷെ ഇപ്പോൾ ആൾ മാഷാഅല്ലാ നല്ല രീതിയിൽ ഞാനായിട്ട് അണങ്ങിയിട്ടുണ്ട്. ഞാൻ ഇനി ഷോർട്സ് ഈ സ്റ്റോറി എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ച് അങ്ങനെ വാങ്ങിയെടുത്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുമല്ലോ ഞാൻ ഏത് രീതിയിൽ നോക്കുന്നുണ്ടാകുന്നുള്ളത്. എനിക്കൊരു മോളെ പോലെയാണ് അവൾ. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ 4ാമത്തെ മോൾ ആ രീതിയിലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവൾക്ക് ഫുഡ് കൊടുക്കാതെ ഞാൻ കഴിക്കില്ല, അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബോണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്.
പിന്നെ ഷുഗർ ഗ്ലൈഡറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് കേട്ടോ. വളർത്തുമ്പോഴാണെങ്കിലും എല്ലാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. സോ ഷുഗർ ഗ്ലൈഡറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അത് റിലേറ്റഡ് ആയിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ ഷോർട്സ് ആയിരിക്കും കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുക കേട്ടോ. ഷോർട്സ് ആയിരിക്കും കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോസ് വേണമെന്നെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കമൻറ്റ് നോക്കിയിട്ട് അത് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇന്നിപ്പോൾ ഞാൻ വേറെ സ്ഥലത്താണുള്ളത്, വേറൊരു അത്യാവശ്യത്തിന് വന്നിട്ടുള്ളത്. പിന്നെ ഈ വീഡിയോ എനിക്ക് എന്തായാലും പോസ്റ്റ് ചെയ്യും വേണം. സോ അതുകൊണ്ട് ഞാൻ എൻ്റെ റൂമിനെ കാണിക്കാത്ത കേട്ടോ. ഞാൻ വേറൊരു സ്ഥലത്താണ്, അതുകൊണ്ടാണ്. അപ്പോൾ നാളെ മുതൽ നമ്മുടെ വീഡിയോസിൽ റൂമി ഉണ്ടാവും. അവളുടെ ഓരോ മൂമെൻറ്റ്സ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.